കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുന്നതിനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇത് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചൈൽഡ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഹൈക്കോർട്ട് ഓർഡറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു കുട്ടീനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ കേസ് ഫയൽ ചെയ്ത് എതിർഭാഗത്തിന്, അതായത് നോൺ കസ്റ്റോഡിയൽ ആയിട്ടുള്ള പേരൻസിന് സമൻസ് അയച്ച് 7 ദിവസത്തിനുള്ളിൽ കുട്ടീനെ കോടതിയിൽ നിർബന്ധമായും ഹാജരാക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നോൺ കസ്റ്റോഡിയൽ ആയിട്ടുള്ള, അതായത് കുട്ടിയുടെ കസ്റ്റഡി ഇല്ലാത്ത പേരൻസിന് എല്ലാ ആഴ്ചയിലുമുള്ള ശനി ഞായർ ദിവസങ്ങളിലും, അതുപോലെ തന്നെ എന്താണ് പറയുക, പബ്ലിക് ആയിട്ട് വരുന്ന ഹോളിഡേയ്സ്, അതുപോലെ തന്നെ ഉത്സവങ്ങൾ, അതുപോലെ തന്നെ ഈ പറയുന്ന നോൺ കസ്റ്റോഡിയൽ പാരൻസിൻ്റെ വീട്ടിലെ ഏതെങ്കിലും കല്യാണങ്ങൾ അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടീസ്, അങ്ങനെയുള്ള ദിവസങ്ങളിലും കുട്ടികളുടെ കസ്റ്റഡി എന്ന് പറയുന്നത് നോൺ കസ്റ്റോഡിയൽ പാരൻസിന് കൊടുക്കണമെന്നാണ് പറയുന്നത്. മൂന്നാമതായിട്ട് പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിദേശ രാജ്യങ്ങളിൽ താമസിക്കുകയോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് ജില്ലകളിലോ കുട്ടിയുമായി നേരിട്ട് പെട്ടെന്ന് ഇടപെടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ താമസിക്കുന്ന ഒരു നോൺ കസ്റ്റോഡിയൽ പാരൻസ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കുട്ടിയുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയം കൂടി നോക്കിക്കൊണ്ട് എല്ലാ ദിവസവും വീഡിയോ കോൺഫറൻസ് നടത്തുവാനായിട്ടുള്ള അനുമതി കൊടുക്കണം എന്നുള്ളതും പ്രത്യേകം പറയുന്നുണ്ട്. ഇനി അഞ്ചാമതായിട്ട് പറഞ്ഞ പോയിന്റ്, ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ കുട്ടിയുടെ കസ്റ്റഡി എന്ന് പറയുന്നത് നോൺ കസ്റ്റോഡിയൽ പാരൻസിന് കൊടുക്കാതിരിക്കുവാനായിട്ട് കുട്ടിക്ക് പനി, തലവേദന, വയറുവേദന തുടങ്ങിയിട്ടുള്ള തെറ്റായ കാര്യങ്ങൾ പറയുകയും അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുട്ടീനെ കാണിക്കാതിരിക്കുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു ഒഫൻസായിട്ട് കോടതി കണക്കാക്കുമെന്നും, കണ്ടക്ട് ഓഫ് കോർട്ടായിട്ട് കണക്കാക്കുമെന്നും, ചിലപ്പോൾ കുട്ടിയുടെ കസ്റ്റഡി എന്ന് പറയുന്നത് കസ്റ്റോഡിയൽ പാരന്റിൽ നിന്ന് നോൺ കസ്റ്റോഡിയൽ പാരന്റിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതും മറ്റൊരു കോടതി വിധിയിലും പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് തീർച്ചയായും കസ്റ്റഡി കിട്ടാത്ത പാരൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കുട്ടീനെ കാണുവാനായിട്ട് നേരിട്ട് കുടുംബ കോടതിയിലാണ് കേസ് ഫയൽ ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ മറ്റ് സ്കൂളുകളിൽ പോവുകയോ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുകയോ ചെയ്തുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. ആദ്യം ചെയ്യേണ്ട പണി എന്ന് പറയുന്നത് ഫാമിലി കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് കാണുവാനായിട്ടുള്ള ഉത്തരവ് എത്രയും പെട്ടെന്ന് മേടിച്ചെടുക്കുക എന്നുള്ളതാണ്. സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.